ആദി കുട്ടൂസ് വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി ദിവസമായി, ഇടാൻ പറ്റിയില്ല. ഇടാൻ പറ്റാത്തൊരു എല്ലാത്തിനും നമുക്കൊരു മനസ്സും സന്തോഷവും എല്ലാം വേണമല്ലോ. അതുകൊണ്ട് അമ്മയുടെ ആണ്ട് കഴിഞ്ഞു, അതെല്ലാം ഒരുവിധം ഇല്ലാതെയൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗാന്ധി ഭവനിൽ പോയി. അങ്ങനെ അമ്മയുടെ 2ാം വർഷവും 2 വർഷമായ അമ്മ മരണപ്പെട്ട് നമ്മളെ വിട്ട് പോയിട്ട് നമുക്കിപ്പോഴും അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അനുഭവത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അമ്മ വിട്ടുപോയപ്പോൾ ഉള്ള ദുഃഖം ഒന്ന് നേരെ സംസാരിക്കാനോ, ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനോ, വിഷമങ്ങൾ പങ്കിടാനോ, അസുഖമുണ്ടെങ്കിൽ ഒന്ന് പറയാനോ ഒന്നിനും എനിക്ക് ആളില്ല. ഒന്നിനും നമുക്ക് ആരും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അങ്ങനെയൊക്കെ ഒത്തിരി വിഷമങ്ങൾ ഓർത്തിരിക്കുമ്പോൾ, അമ്മയുടെ കാര്യം ഓർമ്മിക്കുമ്പോൾ, അമ്മയെന്ന് പറയുന്ന അമ്മ, ആ വാക്ക് രണ്ട് വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അനാഥ പത്തനാപുരത്ത് ചെന്നപ്പോഴത്തേക്ക് അമ്മമാരെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചേക്കുന്നതും അമ്മമാരെ കൊണ്ടുവന്ന് അല്ലാതെ ആക്കിയേക്കുന്നത് കുട്ടികളാണ് എന്ന് വേണ്ട, അപ്പച്ചന്മാരാ എന്ന് വേണ്ട, അവരെല്ലാവരെയും കൊണ്ടുവന്ന് ഈ ഓരോ കഥകളൊക്കെ കേട്ട മക്കൾ 4 പേര്, എല്ലാവരും ഉദ്യോഗസ്ഥർ, എല്ലാം എഴുതി വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇവിടെ ആക്കി, പൈസ കൊടുത്ത് നോക്കാൻ വയ്യാത്തവർ, അങ്ങനെ ഒരുപാട് കണ്ടാൽ നമുക്ക് വീണ്ടും അടുത്ത വർഷം നമ്മൾ അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പോകാനുള്ള മനസ്സ് നമുക്കുണ്ടാവും. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അവരോടൊപ്പം പോയിരുന്ന് നമുക്കൊരു നേരത്തെ അന്നം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഭാഗ്യം വേറൊന്നുമില്ല. അതാണ് എൻ്റെ മനസ്സിൽ ഞാൻ അമ്മ മരിക്കുന്ന മുമ്പേ അമ്മയും പോയിട്ടുണ്ട്, ഞാനും പോയിട്ടുണ്ട്. ഭയങ്കര ഒരു വല്ലാത്തൊരു അനുഭവമാണ് നമുക്കവിടെ ചെന്ന് നമ്മളവർ വിളിച്ച് നമ്മളെ സ്വാഗതം ചെയ്തവർ കൊണ്ടുപോകുന്നതും, കൊണ്ടിരുത്തി ഗസ്റ്റുകളുടെ റൂമിൽ കൊണ്ടിരുത്തുന്നതും, നമ്മുടെ പേരെല്ലാം എഴുതിയെടുത്ത് ഓരോരുത്തരെയും എല്ലാം എഴുതിയെടുത്ത് എന്നിട്ട് നമ്മളെ ദീപം കൊളുത്തിയിട്ട് സ്റ്റേജിലേക്ക് ഇരുത്തി ഓരോരുത്തരെയും പേര് പറഞ്ഞ്, നമ്മളെ കൂടെ ആരൊക്കെ വന്നിട്ടുണ്ടോ അവരെ എല്ലാവരെയും പേര് പറഞ്ഞാണ് പ്രാർത്ഥനയിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയൊരു പുണ്യം എന്ന് പറയുന്നത്. എന്തിനാണ് ഞാൻ വലുതേ പണമേ എന്തിന്? അച്ഛൻ പറയുന്നത് കണക്ക് എപ്പോഴും ഓരോരുത്തരും 6 അടി മണ്ണിൻ്റെ അവകാശികളാണ്. നമുക്ക് നാളെ ഒരു സമയത്ത് എപ്പോഴായാലും നമുക്കൊരു അന്ത്യം ഉണ്ടാകും. ആ വരുന്ന സമയത്ത് ആരായിക്കൊള്ളട്ടെ, ഇങ്ങനെ ആയിക്കൊള്ളട്ടെ, നമ്മളും ആരായാലും നമുക്ക് എൻ്റെ അച്ഛൻ പറയുന്നൊരു വാക്കുണ്ടായിരുന്നു, ആരോരുമില്ലാത്ത തെണ്ടിയായാലും 6 അടി മണ്ണിൻ്റെ ജന്മിയാകുമെന്ന്. അച്ഛൻ പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോഴും എൻ്റെ ഞാനവിടെ പോയിട്ട് വന്നപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഇവരൊക്കെ ഓരോരുത്തർക്കും എന്തെങ്കിലും സംഭവിക്കുമ്പോഴുള്ള കാര്യമൊക്കെ. പിന്നെ ഓരോന്നും നമ്മൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഇതാണ് നമുക്ക് ഗാന്ധി ഭവൻ സന്ദർശിച്ചിട്ട് വരുമ്പോഴത്തേക്ക്. പിന്നെ അമ്മയുടെ ആണ്ടൊക്കെ നല്ല രീതിക്ക് അമ്മയുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മയുടെ കൂടപ്പിറപ്പുകൾ എല്ലാവരും പങ്കെടുത്തു. അതിൽ പരം സന്തോഷം നമുക്ക് വേറൊന്നുമില്ല. കാര്യം നമുക്ക് അവരെല്ലാവരും കൂടി നമ്മുടെ വീട്ടിലൊന്ന് വന്ന് ഒരു 5 മിനിറ്റ് എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് ചിലവഴിക്കുമ്പോൾ തന്നെ ആ അമ്മയുടെ ഒരു സാമീപ്യം വീണ്ടും നമുക്ക്, അല്ലെങ്കിൽ തന്നെ നമുക്ക് അമ്മയുടെ സാമീപ്യം ഉണ്ട്. പിന്നെ അതെടുത്ത് പറയാൻ അമ്മയുടെ ആൾക്കാരെല്ലാവരും കൂടെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അമ്മയ്ക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ഒരു വല്ലാത്തൊരു ഇതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ നമ്മൾ വിളക്ക് നടത്തി. പിന്നെ മരുമോനുണ്ടായിരുന്നു. അമ്മ മരിക്കുമ്പോഴും അന്ന് ഈ ലീവിന് വന്ന നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോഴും അതുപോലെ നാട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒത്തിരി അവനെ കൊണ്ട് മരുമോനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു മോനൊന്നും നാട്ടിലില്ല, അവർ വന്നിട്ട് പോയി. അങ്ങനെയൊക്കെ ഒത്തിരി ഒരു ഇതുണ്ട്.
അവൻ അറിഞ്ഞെല്ലാം അങ്ങ് ചെയ്തോളും, നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു മനസ്സിനൊരു സന്തോഷമുണ്ട്. എൻ്റെ കൊച്ചുങ്ങളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മോനായാലും മരുമോനായാലും അവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊത്തിരി ഒരു സന്തോഷമാണ്. പിന്നെ ഞാനും ഇനി എൻ്റെ അനുജത്തിയും നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അവൾക്കും 2 മക്കൾ, എനിക്കും 2 മക്കൾ. അങ്ങനെ ഒരുവിധം ഇങ്ങനെയൊക്കെ പോകുന്നു എല്ലാവരും. പിന്നെ ഗാന്ധി ഭവനിലെ ഫോട്ടോയും അതുള്ളത് ഞാൻ ഇതിൽ കൂടി ചേർത്തിരിക്കാം. നിങ്ങളും പോകാത്തവരൊക്കെ ആ ഗാന്ധി ഭവനൊന്ന് സന്ദർശിക്കണം. കാര്യം അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവർക്കൊപ്പമാണ്, അല്ലാതെ ഞാൻ വെറുതെ നമുക്ക് പണമേ എന്നുള്ള ഒരു നമുക്ക് ഗാന്ധി ഭവനിൽ പോകുമ്പോൾ ഒരിക്കലും നമുക്കതൊന്നും തോന്നില്ല. അപ്പം നാളെ 1-ാം തീയതിയാണ്. നാളെ കർക്കിടക മാസം, രാമായണ മാസം തുടങ്ങുകയാണ്. എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, രാമായണം മേടിച്ച് വായിച്ച് തുടങ്ങണമെന്നൊക്കെ ഉള്ളൊരിത്. നാളെ രാമായണ മാസമാണ്, തുടക്കമാണ്. നാളെ 1-ാം തീയതിയാണ്. എല്ലാവർക്കും നല്ലൊരു മാസം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് ഞാനിതെല്ലാം ഇതിൽ കൂടി ചേർത്തിരിക്കാം. നല്ല നല്ല വീഡിയോ ആയിട്ട് എന്നും പറയും ഞാൻ വരാമെന്ന്. പറ്റുന്ന വീഡിയോകളെല്ലാം ഞാനിടാം. എല്ലാവരെയും ഒരേ പ്രാവശ്യം കാണുമ്പോൾ വീണ്ടും വീണ്ടും ആൾക്കാർ ഇരട്ടിയാണ് ഒരേ പ്രാവശ്യം വരുമ്പോഴും കാണുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം മാത്രമല്ല ഇതിനെ മുന്നോടിയായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും സോമരായ സാറിൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം സാറിനെ കാണുന്നില്ല. സോമരായ സാറിൻ്റെ അടുത്ത് എത്ര നന്ദി പറഞ്ഞാലും പറ്റില്ല. നമുക്ക് ഇതിൻ്റെ ഒരു സാമ്യം